ഇന്ന് ഞാൻ നിങ്ങളെ ഒരു മൈക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പോഴ് ഒരുവിധപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും യൂസ് ചെയ്യുന്നൊരു മൈക്കാണ് ഹോളി ലാൻഡ് ലാർക്ക് M2 എന്ന് പറഞ്ഞൊരു മൈക്കാണ്. ആ മൈക്കാണ് ഇതാ ഈ ഇരിക്കുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ ഇൻ്റർവ്യൂസിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാവരും ഇങ്ങനെ ഒരു മൈക്ക് അവരുടെ ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ മൈക്ക് എവിടെ വാങ്ങാൻ കിട്ടും, എത്ര രൂപയാവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഈ മൈക്കിൻ്റെ കുറച്ച് ഓഡിയോ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഈ വീഡിയോ. ഇത് നേരിട്ട് എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് വെച്ചാൽ എറണാകുളത്തെ വൈറ്റില ജംഗ്ഷനിലെ ഓവർ ബ്രിഡ്ജിനോട് ചേർന്ന് പയനിയർ ക്യാമറാസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിയത്. അവിടെ വ്ളോഗിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാമറകളും പിന്നെ അല്ലാതെ കല്യാണത്തിന് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറകളും എല്ലാ ടൈപ്പ് ക്യാമറകളും കാനോൺ, നിക്കോൺ, ഫുജി ഫിലിം, പിന്നെ അല്ലാത്ത വ്ളോഗിങ്ങിന് ആവശ്യമായിട്ടുള്ള ഗോപ്രോ, ഇൻസ്റ്റാ 360, പിന്നെ SD ക്യാം, അങ്ങനെ പലതരം ഒരുപാട് കമ്പനികളുടെ ക്യാമറ ഡീൽ ചെയ്യുന്നൊരു കടയാണ് എറണാകുളം ജില്ലയിലെ വൈറ്റില ജംഗ്ഷനിലുള്ള പയനിയർ ക്യാമറാസ്. അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിയത്. ഓൺലൈനിൽ ഈ ഒരു മൈക്കിൻ്റെ വിലയേക്കാൾ കുറച്ച് റേറ്റ് കുറവുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൽ. അവിടെ പോയി നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. ഇതിൻ്റെ വില ആദ്യം തന്നെ പറയാം, 12,500 രൂപയാണ്. ഇതിന് കുറച്ച് കുറഞ്ഞൊരു മോഡലുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് മൊബൈൽ ഫോൺ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ വാങ്ങിയ മോഡൽ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണും ക്യാമറയും എല്ലാം കണക്ട് ചെയ്യാം. കാര്യം ഭാവിയിൽ നമ്മളൊരു ക്യാമറയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കോംബോ മോഡൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഈ മൊബൈൽ ഫോൺ മാത്രം കണക്ട് ചെയ്യുന്നത് വാങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വയറില്ലാത്ത മൈക്ക്. ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വയർഡ് മൈക്കായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഈ വയർ അവിടെ ഇവിടെല്ലാമായിട്ട് ഉടക്കും. കാര്യം ഉടക്കുമെന്ന് വെച്ചാൽ കുരുങ്ങും. മെയിനായിട്ട് ഞാൻ ഈ യാത്രാ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട്, ട്രാവൽ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഈ വയറുള്ള മൈക്കുകൾ വലിയ പാടാണ്. ആ ഒരു സമയം മുതലേ ഞാൻ വിചാരിക്കുവാണ് ഒരു വയർലെസ് മൈക്ക് വാങ്ങാമെന്ന്. അങ്ങനെ നോക്കി ഇരുന്നപ്പോഴാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ മൈക്ക് കണ്ടത്. ഒരുപാട് യൂസർ ഫ്രണ്ട്ലിയാണ് ഈ ഒരു മൈക്ക് എന്ന് പറയുമ്പോൾ. ഒരേ ഒരു ടച്ചിൽ നോയിസ് ക്യാൻസലേഷനൊക്കെ ഓണാക്കാൻ പറ്റും. ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ടച്ച് മതി. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആകുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് കത്തും. ഇപ്പോഴും നോയിസ് ക്യാൻസലേഷൻ ഓഫാണ്. പരിസരത്തുള്ള എല്ലാ ശബ്ദങ്ങളും കേൾക്കും. നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ? ഇപ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടുള്ള സൗണ്ടുകളെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴങ്ങനെ കുറച്ച് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ് ഈ ഹോളി ലാൻഡ് ലാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്ക്. പിന്നെ ഈ മൈക്കിൻ്റെ കൂടെ കുറേ സംഗതികൾ കിട്ടും കേട്ടോ. ഈ മൈക്കിൽ ഒട്ടിച്ച് വയ്ക്കുന്ന ചില സ്റ്റിക്കറുകളൊക്കെ ഉണ്ട്. ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. പിന്നെ എന്ന് പറയുമ്പോൾ ഡെഡ് ക്യാറ്റ് ഉണ്ട്. ഡെഡ് ക്യാറ്റ് എല്ലാ മൈക്കിലും ഉണ്ട്, അതേപോലെ ഈ മൈക്കിലും ഉണ്ട്. ഡെഡ് ക്യാറ്റ് വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു സംഗതി പോലെ ആവും. മനസ്സിലായില്ലേ? കുറച്ച് മൈക്കിന് ഒരുപാട് വലിപ്പം തോന്നിക്കും. പക്ഷേ ഡെഡ് ക്യാറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രൂപയുടെ കോയിൻ്റെ വലിപ്പമേ ഉള്ളൂ ഈ ഒരു മൈക്കിന്. അങ്ങനെ ഞാൻ നേരത്തെ സംസാരിച്ചു കൊണ്ട് നിന്ന സ്ഥലത്തുനിന്ന് ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. നോയിസ് ക്യാൻസലേഷൻ്റെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നല്ല വെയിലുണ്ട്, പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോകണം. ഇപ്പോഴും ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓണാക്കി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഇത് ഓഫ് ആക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നോയിസ് ക്യാൻസലേഷൻ ഓണായി കിടക്കുമ്പോൾ പച്ച കളറിലെ ലൈറ്റും, അത് ഓഫ് ആക്കുമ്പോൾ ബ്ലൂ കളറുമാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോഴേ ഗ്രീൻ കളർ ലൈറ്റിൽ നിൽക്കുവാണ്. ഒറ്റ ക്ലിക്ക് മതി. ഇപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് കടലിൻ്റെ അടുത്ത് നിന്നിട്ട് കാണിച്ചു തരാം. അപ്പോഴേ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. തിരയുടെ അടുത്ത് വന്നിരിക്കുവാണ്. കണ്ടില്ലേ? ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തിയിട്ടുണ്ട്, പക്ഷേ അത് ഈ വെയിലത്ത് കാണാൻ പറ്റാത്തതാണ്. ഇപ്പോഴും കണ്ടില്ലേ? കടലിൻ്റെയും ആ ഒരു സൗണ്ടും മൊത്തത്തിൽ വീഡിയോയിലേക്ക് വന്നിരിക്കുവാണ്. വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അത് ഈ റിസീവറിലും ഈ ഒരു മൈക്രോഫോണിലും രണ്ടിലും ഒരേപോലെ ലൈറ്റ് കത്തും. അതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. മൈക്കൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ ഇന്ന കണക്ക് ചെയ്യണം, ആ രീതിയിൽ ചെയ്യണമെന്നൊന്നും പറയേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കോംബോ കിറ്റിൻ്റെ കൂടെ 2 മൈക്രോഫോൺ വരുന്നുണ്ട്. പിന്നെ ക്യാമറ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഐഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ്നിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള C ടൈപ്പ് കണക്ടറും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഈ ഒരു കോംബോ കിറ്റിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് ഇത് യൂസർ മാനുവൽ വരും. അതിൻ്റെ ഒന്നും കാര്യമില്ല, വളരെ സിമ്പിളാണ്. അതൊന്നും പ്രത്യേകിച്ച് നമുക്ക് വായിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഫോണിൻ്റെ നമ്മൾ ചാർജർ കണക്ട് ചെയ്യുന്ന ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഈ ഒരു മൈക്കിൻ്റെ റിസീവർ കണക്ട് ചെയ്യുക. പിന്നെ മൈക്രോഫോൺ എടുത്ത് നമ്മുടെ ഷട്ടിലോ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ക്യാപ്പിലും വെക്കാൻ പറ്റും. മാഗ്നറ്റാണ്. മാഗ്നറ്റ് ഷട്ടിനകത്ത് വെക്കുക, എന്നിട്ട് വെളിയിലായിട്ട് മൈക്ക് വെച്ചാൽ മതി. അതും കണക്റ്റ് ആയിക്കോളും. നല്ല പവർഫുൾ ആയിട്ടുള്ള കാന്തമാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഇളകി പോകുന്നൊന്നുമില്ല. ഷട്ടിലെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇളകി തെറിച്ച് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നെ ഈ മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലോങ് പോകുമെന്ന് വെച്ചാൽ
കുറച്ചധികം ദൂരം നമുക്ക് സംസാരിക്കാനെല്ലാം പറ്റും. സെൽഫി സ്റ്റിക്ക് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാമറ വെച്ചിട്ടോ അങ്ങനെ ആയിരിക്കും നമ്മൾ വ്ളോഗ് എല്ലാം ചെയ്യുമ്പോൾ സംസാരിക്കുന്നത്. അല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നവരുണ്ട്. ആ ഒരു സ്ഥലങ്ങളെല്ലാം കംപ്ലീറ്റ് കറങ്ങി നടന്ന് വീഡിയോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ക്യാമറ വേറെ ആരുടെയെങ്കിലും കയ്യിൽ കൈകാര്യം ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് ഈ മൈക്ക് ആങ്കർ ചെയ്യുന്ന ആളുടെ ഷട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ദൂരെയൊക്കെ മാറി നിന്ന് സംസാരിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം. എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഈ ഫോൺ ഞാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ സെൽഫി സ്റ്റിക്കിൽ എവിടെയെങ്കിലും സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ദൂരം ഒന്ന് നടന്നു പോയി സംസാരിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ശരിക്കുമുള്ളൊരു ഇത് മനസ്സിലാവും. ഭയങ്കര വെയിൽ അവിടെ നിന്ന് അടിക്കുന്നത്. ഇതെവിടെ ബീച്ചിനടുത്തായിട്ട് ഒരു വള്ളം ഇരിപ്പുണ്ട്. ഈ വള്ളത്തിൽ വെച്ചിട്ട് ഇതോ അവിടെ ആയിട്ട് വേറൊരു വള്ളം നിൽക്കുന്ന കണ്ടില്ലേ, ആ ഒരു വള്ളം വരെ ഞാൻ ഒന്ന് നടന്നു പോയി സംസാരിച്ചിട്ട് വരാം. ക്യാമറ ഇവിടെ വെച്ചിട്ട് ആ വള്ളം വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ എവിടം വരെ ഇത് കിട്ടുന്നുണ്ടെന്ന് അറിയാമല്ലോ. യെസ്, അങ്ങനെ ഞാൻ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഞാനൊരു 10 അടി നടന്നിട്ടുണ്ട്. മണ്ണിൽ കൂടെ ഓടാൻ പാട്. അങ്ങനെ ഫോണും ഞാനും തമ്മിൽ ഏകദേശം ഒരു 20 മീറ്റർ വന്ന് കാണും. 20 മീറ്ററിൽ കൂടുതലായി. 2 വള്ളങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ ഞാനിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുവാണ്. കുറച്ചും കൂടെ നടന്നു പോയി നോക്കാം എവിടം വരെ ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. ഞാനിങ്ങനെ കുറേ ദൂരത്തേക്ക് നടന്ന് പോവുകയാണ്. ഇത്രയൊക്കെ മതിയാവും, ഏകദേശം ഇത്രയും മതിയാവും. നമ്മൾ ഒരുപാട് ദൂരെയൊന്നും പോകുന്നില്ലല്ലോ. ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളും നമ്മളും തമ്മിൽ ഏകദേശം ഒരു യഥാർത്ഥത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒരു 10-20 അടി ദൂരെ നിൽക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഈ ഒരുപാട് ദൂരെയൊന്നും നടന്നു പോയി വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ പ്രാങ്ക് എല്ലാം ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരേക്കെല്ലാം പോയി കഴിഞ്ഞാൽ ഉപകാരം ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വീടിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുമല്ലോ, വീട് പരിസരം എല്ലാം നടന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർ. പിന്നെ ഫിഷ് ഫാം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുളത്തിന് ചുറ്റും നടന്ന് വീഡിയോ ചെയ്യുന്നവർക്കെല്ലാം ഇതൊരു ഉപകാരമായിരിക്കും. അപ്പോഴതൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുഴപ്പമില്ലാത്ത റേഞ്ച് കിട്ടുന്നുണ്ടെന്നാണ് വിശ്വാസം. കാര്യം അതിന് വീട്ടിൽ പോയി എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴേ എത്രത്തോളം കിട്ടിയെന്നെല്ലാം ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മൈക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാങ്ങിയ ഷോപ്പിൻ്റെ നമ്പർ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. ആ ഒരു ഷോപ്പിൻ്റെ ശരിക്കും ലൊക്കേഷൻ വരുന്നത് എറണാകുളം വൈറ്റില ജംഗ്ഷനിലാണ്. വൈറ്റില ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അതിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ പയനിയർ ക്യാമറാസ് എന്ന് പറഞ്ഞ ഷോപ്പുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നേരിട്ട് പോയാൽ മതി. ഇല്ല നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആ ഒരു കടയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.